പൂർണ്ണ തൃപ്തിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിശ്വാസമുണ്ട് ഇത്ര പേരെ പിടിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കട്ടെ അവർക്ക് എന്തൊക്കെയാണ് ചാർജ്. നിസാര ചാർജാണോ? ഇപ്പോൾ എല്ലാവരും വന്ന് കുറച്ച് പേര് കീഴടങ്ങി എന്ന് പറയുന്നു. കീഴടങ്ങി എന്ന് പറയുമ്പം തന്നെ അതിലൊരു ചെറിയ ദുരൂഹത ഉണ്ട്. അവർ പാർട്ടിക്കാർ പറയും ചെന്ന് കീഴടങ്ങിയോ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. സ്വാഭാവികം. അങ്ങനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ എന്തൊക്കെ ചാർജാണ് അവർക്ക് ഇട്ടിരിക്കുന്നത്, അവർക്ക് ഏതൊക്കെ ലൂപ്പ് ഹോളുണ്ട് അതിൽ പോകാനായിട്ട്, അത് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കും. അത് നോക്കാനുള്ള നമുക്ക് അറിയാമല്ലോ എന്ന സംവിധാനം. നോക്കിയിട്ട് എനിക്ക് തൃപ്തി വരികയാണെങ്കിൽ ആ രീതിയിൽ അങ്ങ് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പോകും. ഈ സിൻജോക്കെതിരെ എന്താണ് ഈ മറ്റേ സിദ്ധാർത്ഥിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത്? എന്താണ് സിൻജോയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ആ മരണ ദിവസം എന്നോട് വന്ന് പറഞ്ഞതാണ്. എനിക്ക് ആ സിൻജോയെ അറിയില്ല, ആരെയും അറിയില്ല. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അന്നത്തെ ദിവസം മകൻ്റെ ബോഡി കൊണ്ടുവന്നിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് അവൻ്റെ 2-3 കൂട്ടുകാർ അവിടെ നിന്ന് വന്ന ബോഡി കൂടെ അതിൻ്റെ കൂടെ വന്നതാണ്. അവരാ പറഞ്ഞത്, അങ്കിളെ ഒരു കാര്യം പറയണം, എനിക്ക് കേട്ടേ പറ്റുള്ളൂ. ഇത് കേട്ടിട്ട് എനിക്ക് ഒന്നുകിൽ അങ്കിളിനോട് പറയണം, ഇല്ലെങ്കിൽ ആൻറ്റിയോട് പറയണം, സിദ്ധാർത്ഥൻ്റെ അമ്മയോട് പറയണം, അച്ഛനോട് പറയണം. അമ്മയോട് ഇപ്പോൾ പറയാൻ പറ്റിയ സാഹചര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇരുന്നത്. അപ്പോഴാ ആ കുട്ടികളൊന്ന് എൻ്റെ ബാക്കിൽ കൂടെ കെട്ടിപ്പിടിച്ച്, തോളിൽ കെട്ടിപ്പിടിച്ച്, 2 പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അവരാ പറഞ്ഞത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞു ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം മൊത്തം എനിക്കൊരു സമാധാനം കിട്ടില്ല, ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല, നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടുന്നതായി പോകും. ഇത് കേൾക്കണം. ഞാൻ മക്കളെ പറഞ്ഞ കുഴപ്പമില്ല. അപ്പോഴാണ് പറയുന്നത്, ഇത് പുറത്ത് പറഞ്ഞ സിൻജോ തല വെട്ടും എന്നാണ് പറഞ്ഞത്. സിൻജോ തല വെട്ടും അങ്കിളെ. അപ്പോൾ എനിക്കറിയില്ല ഇത് ആരാ സിൻജോ. ഞാൻ പറഞ്ഞോ കുഴപ്പമില്ല. ആരാണ് സിൻജോ എന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥനല്ല. മകൻ്റെ ബോഡി കൊണ്ടുപോയതേ ഉള്ളൂ. അപ്പോഴാണ് പറഞ്ഞ് സിൻജോ തല വെട്ടു എന്ന് പറഞ്ഞ്. വീണ്ടും ഞാൻ പറഞ്ഞോ. പിന്നെ പറഞ്ഞു കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇക്കാര്യം തുറന്ന് പറഞ്ഞില്ല, ഇക്കാര്യം അവിടെ പറയില്ലേ, പോയിട്ട് മര്യാദയ്ക്ക് തിരിച്ചു വരണം. ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കും. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇക്കാര്യം, ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, വീണ്ടും ഞാൻ പറഞ്ഞോ. അപ്പോഴാണ് പറഞ്ഞത് സിൻജോ തല വെട്ടും, ഈ കാര്യം രണ്ടും പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും നിർബന്ധിക്കുന്നു. എന്താ പറഞ്ഞത്? എനിക്ക് നിർബന്ധിക്കാൻ പറ്റുന്നില്ല. ശരി, ഞാൻ തട്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങളെ സിൻജോയും ഫ്രണ്ട്സും അക്ഷയ്, റഹാൻ, ഡാനിഷ്, അപ്പോൾ ഈ 3 പേരും എനിക്ക് പേര് നല്ലവണ്ണം അറിയാം. അവൻ്റെ റൂമേഴ്സാണ്. ഫസ്റ്റ് ഇയർ മുതൽ ഇവൻ എപ്പോഴും സംസാരിക്കും, അവൻ്റെ അമ്മയും സംസാരിക്കും. ഈ 3 പേരും എനിക്ക് നല്ലവണ്ണം അറിയാം. സിൻജോയും ഫ്രണ്ട്സും അക്ഷയ്, റഹാനും ഡാനിഷും കൂടെ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലിട്ട് തീർത്ത് തൂക്കിയതാണ്. ആരോടത്തൊന്നും പറയാം, നിങ്ങൾ ഫൈറ്റ് ചെയ്യണമല്ലോ, ഇത്രയും പറഞ്ഞിട്ട് ആ കുട്ടികളങ്ങ് പോയി. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നോ ഏതാണ് സംഭവിച്ചതെന്നോ എനിക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലായില്ല. അതുവരേക്കും എല്ലാവരും എന്നോട് പറഞ്ഞത് മകൻ തൂങ്ങി മരിച്ചു. എല്ലാവരും ഒരാളെ പറഞ്ഞു, ആരോ ഒരാൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ആയിരുന്നു ആ ഫുൾ ടൈം. ഞാൻ അവിടെ നിന്ന് മാറിയിട്ടേ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവളെ കണ്ടീഷൻ ശരിയല്ല. അപ്പോൾ ഞാൻ എഴിച്ചു പോയിട്ടേ ഇല്ല. ബാത്റൂമിൽ പോലും പോകുന്നുണ്ടെങ്കിൽ ഒരാൾ എത്ര നോക്കിയിട്ടേ പോകുള്ളൂ. ആ രീതിയിലാണ് ഞാൻ നിന്നത്. പുറത്തൊരാളായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല.